ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. കണ്ണൂർ ചെറുതാഴത്ത് നിന്നും യുവശ്രീ ടീം വെൽക്കം. തുടങ്ങാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ രണ്ട് കാര്യക്കാരെ. തിരിച്ചേട്ടനെയും പ്രചോദനെയും സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. തിരിച്ചേട്ടന്റെ ഡ്രാമ എന്ന് പറയുന്ന സിനിമ അതാണോ നെക്സ്റ്റ് റിലീസ്? അത് ജോണി എസപ്പയാണോ? 26-ാം തീയതി ജോണി എസപ്പ. നവംബർ 1-നാണ് ഡ്രാമ. നവംബർ 1-ന് ഡ്രാമ. അടുപ്പിച്ചാണ് രണ്ട് റിലീസും വരുന്നത്. രണ്ടും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. ജോണിയിലെ ക്യാരക്ടർ എന്താണ്? ഞങ്ങൾ 3 സഹോദരന്മാരാണ്. ഞാൻ മൂത്തത്, രണ്ടാമത് ചാക്കോച്ചൻ, കുഞ്ചാക്കോവൻ, തേർഡ് ഷറഫ്. കുട്ടേട്ടനും ഗീത ചേച്ചി. ആദ്യം അങ്ങനെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. പിന്നെ വെള്ളിമൂങ്ങക്ക് ശേഷം ജോജിയുടെ സ്ക്രിപ്റ്റാണ്. പിന്നെ മാർത്താണ്ഡൻ പാവടയ്ക്ക് ശേഷം. അപ്പൊ 2 ഹിറ്റ് ആൾക്കാർ ഒരുമിച്ച് ചേരുകയാണ്. അപ്പോ ഇവർ രണ്ടുപേരും ചേർക്കുന്നത് ഞാനാണ്. കാരണം ജോജിനെ കുറിച്ച് മാർത്താണ്ഡൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉഗ്രൻ റൈറ്ററാണ്. അപ്പൊ പലരും പറഞ്ഞു അന്ന് വെള്ളിമൂങ്ങ പലരും ചേർന്നാണ് എഴുതിയത്. കാരണം വെള്ളിമൂങ്ങ ഞാൻ ചെയ്യുമ്പോൾ അതിന് 3 വർഷം മുമ്പ് ഞാൻ കഥ കേട്ടാണ്. 3 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്കറിയാം ജോജി തന്നെ എഴുതിയ കഥയാണ്. പിന്നെ നമ്മൾ ഇംപ്രവൈസ് ചെയ്യും, ആർട്ടിസ്റ്റിലും ഇംപ്രവൈസ് ചെയ്യും. അപ്പൊ ജോജി ഉഗ്രൻ റൈറ്ററാ. പക്ഷെ എഴുതി കറക്റ്റ് ആയതിനു ശേഷം ഇറങ്ങുള്ളൂ പുള്ളി. കാരണം പുള്ളി ഓൾറെഡി ഒരു ടെക്കിയാണ്. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന നല്ല ശമ്പളത്തിന് വിദേശ രാജ്യത്തോട്ടൊക്കെ വിളിച്ചാണ്. പക്ഷെ പുള്ളിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണ്, ലിഫ്റ്റിലും കയറാൻ പേടിയാണ്. ഇപ്പൊ ലിഫ്റ്റിൽ കയറി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇടിച്ചു പൊളിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളൊന്നുമല്ല, സാധാരണക്കാരന്. ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു ഭയങ്കര കോമഡി ആയിട്ട് ചെയ്യുന്ന ഒരു പടമായിരിക്കും. പിന്നെ ഷറഫുദ്ദീനാണ് ത്രൂ ഔട്ട്. നല്ല ആ രീതിയിലുള്ള ഹ്യൂമർ അല്ലേ? ഞാൻ കുറച്ച് സീരിയസ് ആണ്. അതുപോലെ ഡ്രാമയിലും ഇതേപോലെ തന്നെ 5 സഹോദരങ്ങളും കണ്ടാണല്ലേ? 2 സഹോദരിമാര്, 3 സഹോദരന്മാര്. സുരേഷ് കൃഷ്ണ, ഞാൻ കഥ പറയിപ്പിക്കുകയാണ്. സുരേഷ് കൃഷ്ണ, ഞാൻ, പിന്നെ നിരഞ്ജൻ, പിന്നെ കനിഹിയുണ്ട്, സുബി. അങ്ങനെ 5 പേരുടെ അമ്മ മരിക്കുന്നതാണ് അതിന്റെ അകത്ത്. അതിൽ മൂത്ത ആളാണോ ടെൻഷൻ? അല്ല, രണ്ടാമത്തെ ആളാണ്. അപ്പൊ അതിൽ മൂത്ത സുരേഷ് ആണോ? സുരേഷ്. ഞാൻ അല്ല, എല്ലാത്തിലും മൂത്ത ആളാണോ? അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കഥ പറഞ്ഞു. അതും കൂടി അറിഞ്ഞു പോണ്ടല്ലോ. പക്ഷെ ഈ 2 സിനിമകൾക്കും നമ്മുടെ കോമഡി ഉത്സവം നമ്മുടെ പ്രേക്ഷകരോട് പറയാണ് ടിനിച്ചേട്ടന്റെ പടങ്ങളാണ്. അത് നമ്മൾ സൂപ്പർ ഹിറ്റ് ആക്കി. എന്റെ പടമല്ല, വേറെ നല്ല കോമഡി ഉത്സവത്തിന് അതാണ് നിങ്ങൾക്കത് വലിയ പടങ്ങളല്ല. നമുക്കത് ടിനിച്ചേട്ടന്റെ പടമാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള, രണ്ടും ഹ്യൂമറസ് ആയിട്ട് പോകുന്ന പടങ്ങളാണ്. ഉറപ്പായും എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമായിരിക്കും. ഉറപ്പായും. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കാം. ചേട്ടാ, നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടുണ്ട്. നമ്മുടെ പടങ്ങളൊക്കെ വരട്ടെ, ആ സമയത്ത് നമുക്ക് ഇതേപോലെ പറയാം. ഓക്കെ, അപ്പൊ ടിനിച്ചേട്ടാ, പ്രജോട്ടാ, ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നല്ലൊരു ഗൈഡ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് കേരാസ്വാദ് കോക്കനട്ട് ഓയിലിൽ ഇനി മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നു. ഷാജി ആൻഡ് കൃഷ്ണകുമാർ. ഷാജി, എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? പരിപാടിയിൽ ഉഷാറായിട്ട് പോകുന്നു. നേരത്തെ വന്നു പോയിട്ട് ഇഷ്ടംപോലെ നല്ല പെർഫോം ഇതൊക്കെ കിട്ടിയായിരുന്നു? നല്ല പരിപാടി ഇഷ്ടംപോലെ കിട്ടി, പിന്നെ അനുമോദനം കിട്ടി, അങ്ങനെയൊക്കെ പോകുന്നു. അവിടെ സ്വീകരണം ഉണ്ടായിരുന്നല്ലേ നാട്ടില്? ചെറുതായിട്ട് അല്ലേ? അത് സ്വന്തം കാശ് മുടക്കി ചെയ്തല്ലോ? അല്ലല്ല. ഇന്ന് ആരൊക്കെ ലിസ്റ്റിലുള്ള ഷാജി? ഇന്ന് കൊച്ചു പ്രേമൻ, വിനായകൻ, വിനയ് ഫോർട്ട്. കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? ഞാൻ യോഗക്ഷേമം ലോൺസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതിനിടയിൽ മിമിക്രി ട്രൂപ്പായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട്. ഇടയ്ക്ക് സാഹചര്യം കിട്ടുമ്പോൾ. ആണല്ലേ? ഓക്കെ. ആരൊക്കെ ലിസ്റ്റിലുള്ള? എൻ്റെ ലിസ്റ്റിൽ അജു വർഗീസ്, KP ഉമർ സാർ, പിന്നെ ജാഫർ ഇടിക്ക്. നല്ല ഡിഫറൻറ്റ് ലിസ്റ്റ്. നമ്പർ പറയൂ. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. സലീം കുമാർ. അതായത് എനിക്ക് ഈ കോമഡി ഉത്സവത്തെ പറ്റി പറയാനുള്ളത്, കുഴപ്പമില്ല, ഒരു നല്ല ശ്രമം ഉണ്ടായിരുന്നു അതിനകത്ത്. ഷാജി, നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ധനുഷ്. എന്നാ പേசுறது தெரியல. അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കേണ്ട. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. കുഴപ്പമില്ല. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. കൊച്ചു പ്രേമചേട്ടൻ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ളതാണ്.
കൊട്ടാരത്തിന് ഫോൺ വന്നിരുന്നു കേട്ടോ. എനിക്ക് അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. പക്ഷെ കുഴപ്പമില്ലാതെ പോകായിരുന്നു കേട്ടോ. ഏതായാലും ലിസ്റ്റിലുള്ള ആൾ പറഞ്ഞേക്കട്ടെ. എടോ, ഈ ഗവൺമെന്റ് സ്കൂളിലെ UP സ്കൂൾ എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്തുവാ ഞാൻ തന്നെ പറയാം. കറങ്ങാത്ത ഫാന്, കലൊടിഞ്ഞ ബെഞ്ച്, അനുസരണയില്ലാത്ത മൂക്കളെ ഏൽപ്പിച്ച് നടക്കുന്ന പിള്ളേര്, വട്ടം കൂടിയിരുന്ന് പിടി പറയുന്ന സാറന്മാര്, ഇതൊക്കെയല്ലേ? ഇതൊക്കെ മറ്റേ നിന്നോട് ആര് പറഞ്ഞു? എടോ, ഇതൊരു സ്കൂളാണെന്ന് തോന്നണ്ടേ? സൂപ്പർ. നമ്പർ നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. അതെന്താന്ന് വെച്ചാൽ ഞാൻ പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നടൻ എന്ന നിലയിൽ എൻ്റെ കരിയറിൽ നല്ലൊരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു അത്. അതിനുശേഷം ഞാൻ നായകനായിട്ടുള്ള 5 സിനിമകൾ ചെയ്തു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല, കിസ്മത്ത്, അതുപോലുള്ള 5 സിനിമകൾ ചെയ്തു. പക്ഷേങ്കിൽ പ്രേമം എന്ന് പറയുന്ന സിനിമയെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. വിനായകൻ. ഡാ കൃഷ്ണ, ഇത് ഞാനടാ ഗംഗേടാ. നീ ഇവിടെ വരണം, നീ അവളെ കൂട്ടിക്കൊണ്ട് പോണം, എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. ഒറ്റ അടിക്ക് 1000 ഭാവങ്ങളല്ലേ ഇരച്ചു കയറിയത്. താങ്ക് യു സോ മച്ച്. അടുത്തത് ഷാജി. ലിസ്റ്റിലുണ്ട്. ലിസ്റ്റിലുണ്ടല്ലോ. വിനായകൻ. അപ്പൊ എല്ലായി 3 ആവുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ കേൾക്കാം. വിജയ, നീ എന്നെ തിരക്കുന്നത് കാശിനാണ്. എന്നെ ഇവിടെ വരുത്തിച്ചതും കാശാണ്. അപ്പം നമ്മിലൊരു സ്നേഹമൊക്കെ വേണ്ടേ? നീ ഇരിക്കടാ. കയ്യിൽ കാശുള്ളതുകൊണ്ടാണെന്നറിയില്ല, ഇവന്മാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോടും. വിജയ, വേറെ തൻ്റെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നല്ലടേ ഈ കച്ചവടം എന്ന് പറയുന്നത്. അതൊരു കലയല്ലേ? അതിന് ഈ കലി കൊണ്ട് വല്ല കാര്യമുണ്ടാ? അപ്പൊ കാശുമില്ല, സ്നേഹമില്ല അല്ലേ? അത് കഴിഞ്ഞൊരു ചൂടാവലുണ്ടല്ലേ വിനായകൻ? ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ചേട്ടാ. 3 കഴിഞ്ഞു. ഷാജിക്ക് ഭയങ്കര ലക്ക് ഫാക്ടർ ആയിരുന്നു അല്ലേ? അതെ അതെ. 3 ലോട്ടറി അടിച്ച്, ഇവിടെ 3 ട്രോള് കിട്ടി അല്ലേ? നല്ല ട്രോള് വരുന്നല്ലേ? അതെ. കുഴപ്പമില്ല. ഇനി നമ്മൾ തീല വരുത്തിരിക്കുന്നത്, വെയിലത്ത് പാടൂല. തുടങ്ങിയോ? ആദ്യം നമ്മുടെ അജു വർഗീസ്. ആ, പുതിയ പരിപാടിയാ, ആത്മീയ ലേബർ സപ്ലൈ. ഈ ഞായറാഴ്ച പ്രദക്ഷിണത്തിന് ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഓരോരുത്തർ വരണമെന്നാണ് അച്ഛൻ്റെ ഓർഡർ. നമ്മുടെ ഇടവകയിൽ ഇതിനൊക്കെ ആർക്കെങ്കിലും സമയമുണ്ടോ? എൻ്റെ പൊന്ന് ആൻഡോ ചേട്ടനെ എന്നെ കുരിശു വയ്ക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മുടെ മുത്തുരാജ് ചുമന്നോളും. ചേട്ടൻ 2 അടിച്ച് വീട്ടിൽ കിടക്കുന്നേ അല്ല പിന്നെ. അടുത്തത് ജാഫർ ഇടുക്കി. ഓട്ടോഗ്രാഫ് നടക്കുമെന്ന്. എടാ മോനെ, ഈ കയ്യെ കിടന്നു വിടുന്ന കൊച്ച 13ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 13ാമത്തെ വയസ്സെ കലാതിലകം കിട്ടാൻ വേണ്ടി മാർഗം കളിക്കാനൊരു മാർഗമില്ലായിരുന്നു എൻ്റെ കൊച്ചിനെ. മേക്കപ്പിട്ടൊരു മാർഗം ഉണ്ടാക്കി കൊടുത്തവനാ ഈ മുരുകൻ ഡീസൻ്റ് ബുക്ക്. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ഓട്ടോഗ്രാഫ് അല്ല, നിനക്കൊരു ജീവിതം വേണേ ആ കൊച്ചു തരും. സൂപ്പർ. ഇനി ഉമർ സാർ. മിസ്റ്റർ ശോഭരാജ്, ഇത് DIG മോഹൻദാസ് ആണ്. പോലീസ് ഹോട്ടൽ വളഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അഥവാ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഓർമ്മയിരിക്കട്ടെ, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്. ഗംഭീരായി ചെയ്ത 3 സ്റ്റാർസും ഇനിയും ചെയ്യുന്നോന്നല്ലേ? കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അത് പിന്നെ അടുത്ത പരിപാടിക്കാവാം. ഗംഭീരായിട്ടാ. ആദ്യം നമുക്ക് കുറച്ച് ഭാഗ്യക്കേട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വന്ന ചാൻസ് നമ്മൾ ഉപയോഗിച്ച്. ഒട്ടും ടെൻഷൻ കുറച്ചുണ്ടെന്ന് തോന്നുന്നുള്ളിൽ. ചെറുതായിട്ടുണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആദ്യം തന്നെ കോമഡി ഉത്സവത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഇവിടെ ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. ശരിക്കല്ലേ? നമ്മൾ ആരും ഇവിടെ നെഗറ്റീവായിട്ട് പറയുന്നില്ല. എല്ലാവരും സ്നേഹമല്ല തരുന്നത്. ആ ടീച്ചർ ഒഴിച്ച് ട്രോളൊന്നും പേടിക്കണ്ട. അതൊക്കെ നമ്മളൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഷാജി കാലയ്ക്ക് പൊളിച്ചു കളഞ്ഞിട്ടാ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനായകന്റെ ശബ്ദമാണ്. കൊച്ചുപ്രേമനും മോശമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. എന്തായാലും വീണ്ടും കുറച്ച് താരങ്ങൾ ഉണ്ടാവും കയ്യിൽ, ഉറപ്പാണ്. മോഹൻ ചിരിയും കണ്ടറിയാം. ഇനി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടകുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് അല്ലേ ഇവിടെ സ്പോട്ട് ഡബിങ്ങിന് എത്തൂലേ? 2 പേരും എത്തണം സ്പോട്ട് ഡബിങ്ങിനായിട്ട്. ഓക്കെ.
രാജി ആൻഡ് കൃഷ്ണകുമാർ രണ്ടുപേരും ഗംഭീരമായി പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ കൃഷ്ണകുമാറിലേക്ക് വരാം. കൃഷ്ണകുമാറിന് ശരിക്കും കൃഷ്ണകുമാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് കൃഷ്ണൻ കിടപ്പുണ്ട്. കറക്റ്റ് വിഷ്ണുവിന് കൃഷ്ണനെ അദ്ദേഹം സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ആദ്യത്തേത് അജു വർഗീസ്, അത് ഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അജു വർഗീസ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് വന്ന ഉമ്മർ സാർ, പിന്നെ രണ്ടാമതെടുത്ത ജാഫർക്കയുടെ ഒരു ഏത് സിനിമയുടെ ഡയലോഗ്സ് അത്? ഇത് ഹീറോ എന്ന് പറഞ്ഞ സിനിമയുടെ കോമ്പിനേഷൻ. ഇവിടെ ആരും പറയാത്തൊരു ഡയലോഗ്സ് ആണ്. എന്തായാലും നന്നായിരുന്നു. ഷാജി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഷാജിയുടെ സ്റ്റേജിലെ ആറ്റിറ്റ്യൂഡ് നല്ല ആറ്റിറ്റ്യൂഡാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന ഒരാളാണ്. എടുത്ത 3 സ്റ്റാർസും പ്രത്യേകിച്ച് വിനായകൻ ഗംഭീരമായിരുന്നു. രണ്ടുപേർക്കുള്ള സമ്മാനങ്ങൾ. 3 സ്റ്റാർ നൽകുന്ന സമ്മാനം ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് കേരാസ്വാദ് കോക്കനട്ട് ഓയിലിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരാൻ പോകുന്ന ടീമിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ഷാജേഷ് പള്ളുരുത്തി എന്ന നൃത്താധ്യാപകൻ ആരംഭിച്ച കൊച്ചിൻ ലായതാളം ഡാൻസ് അക്കാദമി ഇന്ന് 15 വർഷം പിന്നിടുകയാണ്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 100ഓളം പേർ ഇവിടെ നൃത്തം പരിശീലിക്കുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി വ്യത്യസ്ത പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് പേരെടുത്ത കൊച്ചിൻ ലായതാളം നൃത്തലോകത്തിന് ഒട്ടേറെ നർത്തകരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും തന്റെ പ്രതിഭ തെളിയിച്ച ഷാജേഷ് ഡാൻസ് ഡെവലപ്മെന്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നന്മ സാംസ്കാരിക വേദിയുടെ പുരസ്കാരം ഉൾപ്പെടെ നേടിയെടുത്ത ഇദ്ദേഹം 16 വർഷമായി നൃത്തലോകത്ത് ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു. ഷാജേഷിന്റെ ലായതാളത്തിലെ ചുണക്കുട്ടികളെ കോമഡി ഉത്സവത്തിന്റെ മാസ്മരിക വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ആദ്യം പറയാനുള്ള കാര്യം, ആരും ഇത് വീട്ടിൽ ഇമിറ്റേറ്റ് ചെയ്യരുത്. വൻ റിസ്ക് അല്ലേ അവരിപ്പോ കാണിച്ചത്. ഒരു രക്ഷയിലായിരുന്നു, അവിടെ ഞെട്ടിപ്പോയി. ആരെയാണ് എടുത്ത് മുകളിൽ നിന്ന് താഴെ കിട്ടുള്ള ആരെ? പേടിപ്പോയി. നിങ്ങളെ പഠിപ്പിച്ച ആളാരാണ്? ഷാജേഷ് പള്ളുരുത്തി. ഷാജേഷ് മാസ്റ്റർ പ്ലീസ്. ചേട്ടനാണ് സാധാരണ ഈ ചോദ്യം ചോദിക്കുന്നത്, എന്നാൽ ഞാൻ പുള്ളിയോട് ചോദിക്കാം. ഈ അച്ഛനമാർ എങ്ങനെ വിശ്വസിച്ച് വിട്ടു പിള്ളേർ? ഞാനിപ്പോൾ 16 വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. ഇതിനകത്ത് 13-14 വർഷമായിട്ടുള്ള കുട്ടികളുമുണ്ട് ഈ കൂട്ടത്തിൽ. അത് അവരിൽ എന്നിൽ അർപ്പിച്ചേക്കുന്ന വിശ്വാസമാണ്. അത് കാണാനുണ്ടല്ലേ, കുടുംബം പോലെയാണ്. അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തത് കാണാനുണ്ട് കേട്ടോ. ശരിക്കും അവരുടെ ഗംഭീര പെർഫോമൻസ്. ഷാജേഷ് ഈ സ്കൂള് തുടങ്ങുമ്പോൾ ഇവരൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല അല്ലേ, ഈ 2 മക്കളും? അവരുടെ പാരൻസ് ഷാജേഷിലുള്ള ഒരു വിശ്വാസമാണ് അവരങ്ങോട്ട് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ആ വീഴ്ചയിലുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഡാൻസ് വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ഇത് ആസ്വാദനത്തിൽ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞ ഭയമാണ്, ആ പേടിയാണ്. പക്ഷെ ആ അഡ്വഞ്ചറിൽ നമുക്കൊരു ആസ്വാദനം കിട്ടാറുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞ് അത് ക്ലിക്കായി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. പക്ഷേ ഇത് സാധാരണ ആൾക്കാർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എത്ര നാളത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കും ഇത് ചെയ്തത് അല്ലേ? എത്ര നാളുണ്ടാവും ഇത് പ്രാക്ടീസ്? ഇവരൊക്കെ അത്യാവശ്യം ആക്രോബാറ്റിക്സ് ആണ് നേരത്തെ ചെയ്തിരുന്നത് വെച്ചത്. അപ്പൊ എനിക്കത് മാറ്റി വേറെ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവരണമെന്ന് കരുതിയിട്ടാണ് ബോഡി ബാലൻസ് ആക്ടിലേക്ക് തിരിയണത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് പഠിപ്പിച്ചിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ? ഇവരെ ബേസിക്സ് ഒക്കെ പഠിപ്പിച്ച് പിള്ളേരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ധൈര്യമാണ്. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഒരാളങ്ങ് ഏൽപ്പിക്കുകയാണ്, ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നാട് ചുറ്റി സഞ്ചരിക്കും, അപ്പോൾ അനുഭവങ്ങൾ കിട്ടും. ഈ പിള്ളേർക്കൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിലൊക്കെ വിടുമ്പോൾ അവർ ശരിക്കും ടഫ് ലൈഫൊക്കെ ഫേസ് ചെയ്തിട്ട് എന്ത് പ്രശ്നം വന്നവർക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ശക്തിയും കൂടി കിട്ടും. അതാണ് ഷാജേഷ് ഇവർക്ക് കൊടുക്കുന്നത് ഒരു കാര്യം. കാരണം നമ്മളൊക്കെ പേടിച്ചിട്ട് വിടാണ്ടിരിക്കും പിള്ളേരൊക്കെ ഇതിനൊക്കെ. പക്ഷെ ഇത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ ധൈര്യമായി തീരും. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു ശക്തി അവർക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രജോട്ടാ, ഡാൻസ് ടീം പൊളിച്ചു കേട്ടോ, അടിച്ച് പൊളിച്ചു. എല്ലാവരും സൂപ്പറായിരുന്നു, ഞെട്ടിച്ചു. ബാഹുബലി എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും അന്തം വിട്ട് കണ്ടിരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിലെ ഡാൻസ് എന്ന് പറയുന്ന പല ഷോകളും നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡാൻസ് ചെയ്ത് ഞെട്ടിച്ചിട്ടുണ്ട്. പലരും പല പ്രോപ്പർട്ടി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പർട്ടീസ് ഒന്നുമില്ലാതെ അവരുടെ സ്വന്തം കഴിവുകൊണ്ടും അവരുടെ ബോഡി എക്സസൈസ് കൊണ്ടും പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഗംഭീര പ്രകടനം വരുന്നവരുടെ. താങ്ക് യു സർ. ബട്ട് ഇനി പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ ഒരു യുവതലമുറയ്ക്ക് ഇനി വേണ്ടത്, കാര്യം ഇംഗ്ലീഷുകാരൊക്കെയാണ് കൂടുതൽ സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് ലൈഫിൽ ഒന്നിനും പേടിയില്ല. കാര്യം അവരെന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. എല്ലാത്തിനും മല കയറാനും അതുപോലെ എന്ത് കാര്യത്തിനും അവർ റിസ്ക് എടുത്ത് പോകും. ആ റിസ്ക് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഭയക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ അവർക്ക് ഒന്നിനും ഭയമില്ല. അങ്ങനെ നമ്മുടെ ഒരു യുവതലമുറയും ഇത് തന്നെ പല സ്കൂളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പോലും ഇതൊരു പഠനമാക്കി മാറ്റുകയാണെങ്കിൽ ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മെൻ്റൽ സപ്പോർട്ടാണ് ഇതുപോലുള്ള ഡാൻസ് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് ജിനേഷിനോട് പറയുന്നത്. താങ്ക് യു സർ. കാരണം മാതാപിതാക്കൾ താങ്കളിൽ ഏൽപ്പിച്ചൊരു വിശ്വാസം വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ പിള്ളേർ ഗംഭീരമായിട്ട് ചെയ്തു. കാര്യം അവരുടെ മുഖത്തൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു. ആ വിശ്വാസം അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് അവർക്കുണ്ടാകട്ടെ. ഒരുപാട് വേദികൾ അവർക്ക് കിട്ടട്ടെ. ഒരുപാട് ശിഷ്യന്മാർ താങ്കൾക്കുണ്ടാകട്ടെ. താങ്ക് യു. താങ്ക് യു. വി സ്റ്റാർ നൽകുന്ന സമ്മാനം ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് കേരാസ്വാദ് കോക്കനട്ട് ഓയിലിൽ വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. ദുരന്തങ്ങളുടെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുമ്പോഴും കലയെന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കുന്ന ഒരു പാട്ടുകാരി മിനി ശാമുവേൽ. ചെറുപ്രായത്തിൽ തന്നെ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴോട്ട് സ്വാധീനശക്തി നഷ്ടപ്പെട്ട മിനി ശാമുവേൽ പാട്ടിലൂടെ ജീവിതത്തിനൊരു അർത്ഥം കണ്ടെത്തുകയായിരുന്നു. അച്ഛന്റെ തുച്ഛമായ വരുമാനത്തിലൂടെയാണ് മിനിയും കുടുംബവും ഇന്ന് മുന്നോട്ടു പോകുന്നത്. ജന്മസിദ്ധമായി ലഭിച്ച പാടാനുള്ള കഴിവിനെ പതിയെ വളർത്തിയെടുത്ത മിനി
ഇന്ന് വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ആ ഗാനമാധുരി ആസ്വദിക്കുന്ന ഓരോ ശ്രോതാവും അമ്പരക്കുകയാണ്. ദുരന്തങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് സ്വന്തം ജീവിതം കൊണ്ട് പ്രചോദനം നൽകുന്ന ഈ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയെ മിനി ശാമുവേലിനെ കോമഡി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനിയെ പറ്റിയിട്ട് ആദ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ടേ? മിനി നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ റിലേറ്റീവും കൂടിയാണ് അല്ലേ മിനി? നമ്മുടെ നെൽസൺ ചേട്ടന്റെ റിലേഷൻ എന്ന് പറയും മൈക്കില് മാമന്റെ മോള്. നെൽസൺ ചേട്ടന്റെ മാമന്റെ മകളാണ്. മിനി എന്ത് ചെയ്യുന്നു ഇപ്പൊ? വീട്ടിലിരിക്കുകയാണ് അല്ലേ? ഏതുവരെ പഠിച്ചു? ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല? അതെന്തൊറ്റി പഠിക്കാൻ പോവാത്തെ? അന്ന് കൊച്ചുനാള് എനിക്ക് വയ്യാതെ വരുമായിരുന്നു. കൊച്ചുനാളില് എനിക്ക് വയ്യാതെ വരുമായിരുന്നു. ആ, അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റിയില്ലല്ലേ മിനിക്ക്? പക്ഷെ അസാധ്യമായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. കേട്ട് പഠിക്കുന്നതാണോ പാട്ട്? ചേച്ചിമാരൊക്കെ പാടുന്ന കേട്ട് പഠിച്ചതാണ്. ചേച്ചിമാരൊക്കെ പാടുന്ന കേട്ട് പഠിച്ചു. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കണ്ടേ? മിനി നാണോ? പാടാനാണോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഏത്, ഈ വീൽ ചെയറിലോ? ആണോ? പിന്നെ ഈ സ്റ്റേജിലല്ലേ? അതെ. ഓക്കെ, അപ്പൊ മിനി നമുക്ക് വേണ്ടി ഏത് പാട്ടാ ആദ്യം പാടാൻ പോണേ? വരമഞ്ഞളാടിയ. കുറച്ചുകൂടി ഒരു ഇത് വേണമല്ലോ. ഇപ്പോഴും ഒരു പേടി, ഒരു ടെൻഷനും ഒക്കെ ഉള്ള പോലെ നല്ലൊരു കൈഡി കൊടുത്താൽ ചിലപ്പോൾ മാറുമായിരിക്കും അല്ലേ? കണ്ടാ, ആൾക്കാർ ഫുൾ സപ്പോർട്ടാ. ഓക്കെ, ഇനി മിനി പാടിയാൽ മാത്രം മതി. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. അത് പാടില്ല കേട്ടാ, ഇല്ലാതെ. ഓക്കെ, പോവാം. മൈക്കെന്തോ പകട കളിക്കണ? ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മൂടിയില കോതിയ കാറ്റിൻ വിരിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ അനവുകൾ നോക്ക്, എല്ലാരും എഴുന്നേറ്റ് എന്നല്ലേ മിനി കൈയടിക്കണേ? താങ്ക് യു പ്ലീസ്. അപ്പൊ മിനി അടുത്ത പാട്ട് ഏതാ? അടുത്തത് സ്ഫടികത്തിനകത്തെ ഓർമ്മകൾ. ആഹാ, കലക്കി. ആ പാട്ട് കേൾക്കാം അല്ലേ?
ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി സമയമാമി മുരയോ ചിറകിലേക്കൊഴുകിയോ മധുരമണിനാദം പാടി വിളിക്കുന്നു ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി സൂപ്പർ ചേട്ടാ മിനിയുടെ 2 പാട്ടും കേട്ടില്ലേ? അതെ അതെ. ഫുള്ള് ടെൻഷനിൽ വന്ന ആളിന്റെ ഒക്കെ രൂപം മാറിയത് കണ്ടില്ലേ പാട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ? ഇപ്പോഴും ടെൻഷനാ ഇത്രയും നന്നായിട്ട് പാടിയിട്ടു. ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്, എന്നിട്ടും ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ചേട്ടാ മിനി പാട്ട് ഗംഭീരായി. അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നാണം കുണിങ്ങുള്ള ചിരിയാണ്. ഈ ചിരിക്കാൻ കഴിയുന്നവരെ വളരെ കുറച്ച് പേരുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജീവിതത്തിൽ ചിരി വലിയ സന്തോഷമൊന്നുമില്ല, കുറെ കേട്ടിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നെൽസൺ ഒരു ബന്ധുവായത് തന്നെ ചിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു നല്ല സംഗീതത്തിൽ പരിജ്ഞാനമുള്ള ഒരാളാണ് പുള്ളി. അതെ അതെ. ബോംബെയിൽ വെച്ചിട്ട് ഈ കുടിയനൊക്കെ കളിച്ചിട്ട് പുള്ളി വൈറ്റ് ഷൂവും വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റൊക്കെ ഇട്ടിട്ട് മമ്മൂക്കയുടെ മുമ്പിൽ എന്നിട്ട് ക്ലാസിക്കൽ പാടിയപ്പോൾ ഞെട്ടിപ്പോയി. അസലായിട്ട് ക്ലാസിക്കൽ പാടും. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം അതിനു മുമ്പ് ലുങ്കി എന്നൊക്കെ പറഞ്ഞ് നിന്നേച്ച ആള് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മമ്മൂക്ക കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ ടിനിച്ചേട്ടൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് നെൽസൺ അല്ല ഇവിടെ സ്റ്റാർ. നെൽസൺ എപ്പോഴും വന്നോണ്ടിരിക്കണല്ലേ. ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ മിനിയാണ്. അത് സംശയമില്ല. മിനി കാരണമാണ് നെൽസൺ സ്റ്റേജിൽ കയറുന്നത്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്ന് മിനിയുടെ പേരിൽ നെൽസൺ ചേട്ടൻ ഇവിടെ സ്റ്റേജിൽ കയറാം. അത് അത്രേ ഉള്ളൂ. നെൽസൺ ചേട്ടാ വെൽക്കം. നെൽസൺ ചേട്ടന്റെ കൂടെ തന്നെ മിനിയുടെ കൂടെ വന്ന എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല, ഇതാണ് താങ്കൾ പറഞ്ഞ ക്ലാസിക്കൽ ഗായകൻ. അന്നടിച്ച ബോംബെയിൽ പാടിയ ആ ക്ലാസിക്കൽ ഒന്ന് അടിച്ചേ, ഒന്ന് ഞെട്ടിക്കട്ടാ. കണ്ണൂരുകാരൊന്ന് ഞെട്ടട്ടെ. ആദ്യമായിട്ടായിരിക്കും അവർ ഞെട്ടാൻ പോണത്. അതാണ് മമ്മൂക്ക ഞെട്ടിയത്. മമ്മൂക്ക ഞെട്ടിയെങ്കിൽ നമ്മളൊന്നല്ലേ മറു കേളര പോരാഘവ മറു കേളര പോരാഘവ മറു കേളര പോരാഘവ മാറുകേള ചര ചരരൂപ മാറുകേള ചര ചരരൂപ മാറ്റുകേള ചര ചരരൂപ മാറ്റുകേള ചര ചരരൂപ മധുകേള ചര ചരരൂപ മധുകേള ചര ചരരൂപ പരാവര സൂര്യസൂത സുരലോചന മധുകേളര പോ രാഘവ ടിനിച്ചേട്ടാ, സത്യമായിട്ടും ടിനിച്ചേട്ടൻ സ്ഥിരമായിട്ട് ആൾക്കാർക്കിട്ട് പണി കൊടുക്കുന്ന പോലെ ഇളക്കാൻ പറഞ്ഞാന്ന് വിചാരിച്ചേ? അല്ലല്ല, ഈ മനുഷ്യനാണ് ടമാർ പടാറിൽ കിടന്ന് കുത്തിമറിയണം നമ്മൾ വിശ്വസിക്കും. അത് വിശ്വസിക്കും. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും പുതിയ അറിവാണ് കേട്ടോ. സത്യമായിട്ട് അവസരം കൊടുക്കണ്ടേ? അല്ലേ? ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പാട്ടുകാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മിമിക്രിക്കായിട്ട് ഇങ്ങനെ
തുനിഞ്ഞിറങ്ങിയത്. ബാക്കി എല്ലാവരും പാട്ടുകാരാണ്, എൻ്റെ അനിയന്മാരും എല്ലാവരും. ഇവനൊക്കെ നല്ല സൂപ്പറായിട്ട് പാടും. ഒരു വരി 2 വരി പാട് കേട്ടോണം. ഇവൻ്റെയൊക്കെ മുന്നേ ഞാൻ പാട്ടുകാരനെ അല്ല. പനിനീര് പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ ഇനിയും നിൻ നോപുരങ്ങളാടും അകലെ ഞാൻ നിന്നെയോർത്തു പാടും. പനിനീര് പെയ്യും നിലാവിൽ പാരിജാത ചോട്ടിൽ. ഒരൊറ്റ റിഹേഴ്സൽ ഇല്ലാണ്ട് ഇങ്ങനെ പാടാൻ കഴിയണമുണ്ടല്ലോ. മിനിയുടെ പാട്ടിനെ പറ്റി പറഞ്ഞില്ല പ്രജോട്ടാ. ആദ്യം ഞാൻ നെൽസനൊരു വലിയ താങ്ക്സ് പറയുകയാണ്. കാര്യം മിനിയെ ഇവിടെ ഈ ഫ്ലോറിൽ കൊണ്ടുവന്നതിന് നെൽസന് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. വളരെ ഗംഭീരമായിട്ട് പാടി മിനി. നല്ല വോയിസ് ആണ്, കിടിലം പാട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും നല്ല പാട്ടുകാരാണെന്ന് അറിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. ഇത്രയും നാളും നെൽസന്റെ കസിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ മിനിയുടെ കസിനാണ് നെൽസൺ എന്നറിയപ്പെടുന്നത്. ഫാമിലിയെ പരിചയപ്പെട്ടില്ലല്ലോ. ഇദ്ദേഹം പേര് ശ്യാം കിഷോർ. ശ്യാം കിഷോർ മിനിയുടെ എൻ്റെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയാണ്. അത് ശരി, അനിയത്തിയാണെന്നല്ലേ പറയുള്ളൂ. ഇത് എന്റെ അനിയത്തിയുടെ മോള്, എന്റെ ചേച്ചിയുടെ മോള്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചേട്ടാ, നെൽസൺ ചേട്ടൻ നമുക്ക് ഇപ്പോ ക്ലാസിക്കൽ വെച്ചൊരു ഉഗ്ര സർപ്രൈസ് ആണ് കേട്ടോ തന്നത്. മിനി വന്ന് പാടിയത് ഗംഭീരമായി. പക്ഷേ അത് നമ്മുടെ കൊല്ലം മിഥുൻ ഫാൻസ് അസോസിയേഷന്റെ വക മിനിക്കൊരു വീൽ ചെയർ സമ്മാനമായിട്ട് നൽകുകയാണ്. കൊല്ലത്തെ നമ്മുടെ പ്രീതിമ, മഹേഷ്, ഫുൾ ടീം, കൊല്ലത്തെ നമ്മുടെ അസോസിയേഷന്റെ ആൾക്കാരെല്ലാവരും വരും. അപ്പൊ ഇനി മിനിയുടെ അങ്ങോട്ടുള്ള യാത്ര ഈ വീൽ ചെയറിലാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, കണ്ടുപഠിച്ചോട്ടാ. ഒറ്റ പാട്ട് പാടിയുള്ളൂ, അപ്പൊ തന്നെ സമ്മാനം കിട്ടും. ഞാനേ എത്ര സ്റ്റേജ് കിടന്ന് കള്ളുകൂടിയും കിടന്ന് കള്ളുകൂടി അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നത്. എനിക്ക് ആരും കന്നില്ല ഒന്നും. ലിവർ പോയിന്ന് മാത്രമേ ഉള്ളൂ. നീ ഭയങ്കരയാണ് കേട്ടോ. ഒറ്റ പാട്ടില് കുറെ കണ്ടിട്ടുണ്ട്. എനിക്കിത് പറയണതിന് ഒരു ഭയങ്കര പുളിയുണ്ട്. ഈ മിഥുൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പറഞ്ഞോ, അസോസിയേഷന്റെ രക്ഷാധികാരി. പുള്ളിയാണ് രക്ഷാധികാരി. സ്തുതി രക്ഷിക്കും എന്നാണ് പ്രതീക്ഷ. മഹേഷ്, പ്രീതിമ, എല്ലാവരും കേട്ടാ, താങ്ക്സ് ലോട്ട്. ഇത് ഇവരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ്. ഏതായാലും ഈ ഒരു അസോസിയേഷന്റെ ഉദ്ദേശം തന്നെ അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ചാരിറ്റി സംഭവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. അവർ ചാരിറ്റി ഒരു ഷോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകണം അല്ലേ സുധി? അപ്പോൾ മിനിയെ നമുക്ക് ഇതിലോട്ട് ഇരുത്തണ്ടേ? പിന്നെ അത്യപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന മൊമെന്റുകളാണിത്. തീർച്ചയായും കോമഡി ഉത്സവം എപ്പോഴും ടിനിച്ചേട്ടൻ പറയണത് പോലെ നമ്മൾ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ നെൽസൺ ചേട്ടൻ പോലും നമുക്ക് വലിയ ആർട്ടിസ്റ്റാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെൽസൺ ചേട്ടനെ പോലുള്ള ആളിനെ ഒന്നും അല്ല നമ്മളിവിടെ ഫീച്ചർ ചെയ്യാറ്. അല്ല, നെൽസന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ ഗസ്റ്റ് ആയിട്ട് ഒന്ന് ഇരിക്കുന്നു ആണ്. പുള്ളി പറഞ്ഞ് മിനി ഒറ്റക്കായി പോകും, ശരിയാവില്ല എന്ന് പറഞ്ഞ് മാറിക്കളയായിരുന്നു. ആണോ? അതെ അതെ. വി സ്റ്റാർ ആൻഡ് കേര സ്വാദ് കോക്കനട്ട് ഓയിൽ എല്ലാവരും ചേർന്ന് മിനിക്ക് ഒപ്പം നമ്മുടെ നെൽസൺ ചേട്ടനും അവരുടെ ഫാമിലിക്കും ഒക്കെ ചേർത്ത് ചെയ്ത് പിന്നെ ഒരൊറ്റ കയ്യടിയും കൂടി കൊടുക്കണം. ആർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ ഫാൻസ് അസോസിയേഷൻ കൊല്ലത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ചേർന്നാണ് ഇത് സാധ്യമാക്കിയത്. എത്ര രൂപ തന്നെ ഉണ്ട് മിഥുൻ ഇതിനൊക്കെ വേണ്ടിയിട്ട്? ഇല്ല, ഫ്രീ ആയിട്ടാണ്. രണ്ട് പേടിപ്പിച്ച പറയും സത്യം. ഇത് കാശ് കൊടുത്തിട്ട് ഇറക്കണേ. ആദ്യം ഇത് തുടങ്ങിയപ്പോ തന്നെ ബാൻഡുകാർ ഇറക്കിയതാ. അന്ന് നിങ്ങൾ ചെണ്ടമേളം ഇറക്കില്ലേ? ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് കേര സ്വാദ് കോക്കനട്ട് ഓയിലിൽ സ്പോട്ട് ഡബിങ്ങിനായിട്ട് എത്തുന്നു വീണ്ടും ആലൻ. അലൻ ഓഫറുകൾ കൂടി എന്നുള്ളത് മനസ്സിലാവണത്. അലൻ ഓൾറെഡി ബോഡിയൊക്കെ അടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രളയത്തിന്റെ സമയത്ത് ഇച്ചിരി ഓടി നടന്ന് ഇതൊക്കെ ആയത്. അങ്ങനെയാണോ? നീന്തിയതാണോ ആൾക്കാരെ? അത് ശരി. അലൻ ഇന്ന് ആർക്ക് വേണ്ടിയാ? ഇന്ന് പ്രകാശ് രാജൻ സാറിന് ഒരു ട്രിബ്യൂട്ടാണ്. അദ്ദേഹത്തിന്റെ 4 ലാംഗ്വേജസ്. റൈറ്റ്, ഓക്കെ. അപ്പൊ എന്തായാലും സ്പോട്ടിലോട്ട് പോയിക്കോ. ഇവിടെ വിഷയം ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു കൈഡി.
అమ్మాయికడా డేయ్ నిన్నే అమ్మాయి ఇక్కడ ఊరు గాని ఊరొచ్చా ఎవరి కోసం నీ కోసం కాదా నా మీద పగబెట్టేస్తావా నువ్వు తప్పు కదా నూరుకో మారు మార్చినాడు చెప్పురు అమ్మాయి ఇక్కడ பிரச்சனை என்ன நாங்க பாத்துக்கிட்டு சும்மா இருக்க மாட்டோம் பாத்துக்க டேய் 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 என்னடா இது அவன் பாட்டுக்கு இவனே பில்ட் பண்றா இவன் பாட்டுக்கு அவனே பில்ட் பண்றா என்ன நடக்குதுங்க அக்யூஸ் அவரங்க யாரும் நிக்க கூடாது எல்லாம் வெளிய போ சொல்லுங்க போ சொல்லுங்க அக்யூஸ்டா டேய் நான் நினைச்சேன் இந்த ஸ்டேஷன் இப்பவே செங்கல் செங்கலா பிரிச்சிடுவேன் உன்னை இங்க வெட்டி எரிஞ்சிடுவேன் शॉक लगा शॉक लगा शॉक लगा लगा 300 किलोमीटर दूर से आके 440 वोल्ट का शॉक लगा हाँ? तेरे को क्या लगा तेरी ट्रांसफर ऑर्डर का आरसी पे आया है तू गलत मेरी मर्जी में आया है तू जगह शिखर के एरिया पे आया है तू वेलकम टू गोवा सिंगम ഈ ബസ് നിന്റെ കൂട്ടുകാരനല്ലേ അവനെ അഡ്രാ ശരിക്കും മടി അങ്ങനെ സെഞ്ചാല നിനക്ക് ഇവിടെ ജോലി കിട്ടൂ അഡ്രാ അവനെ അങ്ങനെ അടി ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം അത് കൂട്ടുകാരനാണെങ്കിലും ശരി ഉങ്ക അപ്പനാണെങ്കിലും ശരി മനസ്സിലായോ മനസ്സിലായി ഇനി അടിക്കണ സാറേ പറഞ്ഞത് സെഞ്ചാ മതി അധികം സംസാരിക്കണ്ട തെലുങ്ക് പഠിച്ചൊന്നുണ്ടല്ലോ എന്നിടയ്ക്ക് ചെറുതായിട്ട് ആലൻ ആ ഒരു ആക്ടറിന്റെ പൊട്ടൻഷ്യലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുമല്ല, തെലുങ്ക് അദ്ദേഹം തന്നെ ഡബ് ചെയ്യുന്നു, ഹിന്ദി, തമിഴ് ആൻഡ് മലയാളം. അതെ, 4 ലാംഗ്വേജിലും അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്യുന്നത്. അത് അലനിലൂടെ ആൾക്കാർക്ക് ഒന്നും കൂടി മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. കൃത്യ ശബ്ദത്തിലൂടെ, കൃത്യ മീറ്ററിങ്ങിലൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. തെലുങ്ക് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തെലുങ്കൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മീനിങ് അറിയത്തില്ല, എഴുതിയിട്ട് ചുമ്മാ പഠിച്ചത്. ആണോ? അതൊരു വരി വലിപ്പം അതെ കാണാതെ ഇത്രയും പറഞ്ഞു അല്ല നല്ല ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഈ തെലുങ്ക് ചെയ്തതും മലയാളം ചെയ്തതും തമിഴ് ചെയ്തതും ഒക്കെ നല്ല, ഹിന്ദി ചെയ്തൊക്കെ നല്ല ടൈമിംഗ് ആയിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തു. അദ്ദേഹം എങ്ങനെ സിനിമയിൽ ചെയ്യുന്നോ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഡബ് ചെയ്തു. അലൻ പൊളിക്കുക. അലൻ സമ്മാനമുണ്ട്, സ്റ്റാറിന്റെ സമ്മാനം അലന്. അല്ല, എങ്ങനെയുണ്ട് ഇവിടെ പോയതിനു ശേഷം ഷോസ്? നല്ല ഷോ കിട്ടുന്നുണ്ട്. അതിലും ഒരു ചേട്ടാ നമ്മളെ പ്രതി നമ്മുടെ വീട്ടുകാർ സന്തോഷിക്കുന്നതിന്റെ അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ മമ്മിയുടെ അത് കണ്ടോ ലൂസിയുടെ മോനാ പോകുന്നത്, അപ്പൊ മമ്മിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. കോമഡി ഉത്സവം എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ്. പിന്നെ അതിലും കുറെ കാര്യങ്ങൾ, സ്റ്റേജ് ഷോ ആണെങ്കിലും കുറെ പരിപാടികൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചീത്തപ്പേര് മോശമാക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. തമിഴ് സിനിമയിൽ ഡബ് ചെയ്തെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഈ ഇടയ്ക്ക് ഒരു തമിഴ് പടത്തില് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം. ഏതായിരുന്നു അത്? ഇത് ഇറങ്ങാൻ പോകുന്നുള്ളൂ, തെങ്കാശിക്കാരൻ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയില്. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. അതെ, മാത്രമല്ല ആരിലൊക്കെ വിളിച്ച് അഭിനയിക്കാനും പോകും. ഉറപ്പായിട്ടും വരും കേട്ടോ. ഇതൊക്കെ കഴിയുമ്പോൾ അലൻ എന്തായിരുന്നാലും വരും. ഓൾ ദി ബെസ്റ്റ്. അലന് വേണ്ടി നല്ലൊരു കൈ പ്ലീസ്. ചേട്ടാ, കുറച്ചു ചേട്ടാ, നമുക്ക് ഇന്നപ്പോ ഉത്സവം കൊടിയിറക്കാനുള്ള സമയമായി. രണ്ടുപേരും ഇങ്ങോട്ട് വരും. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ നമ്മുടെ 3 പേരുടെയും നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒക്കെ പടങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഗാലറി തുടങ്ങാനുള്ള പടങ്ങളായിരുന്നു. അല്ലേ? അത്രയധികം ഭയങ്കര ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പല ഷോസിനും കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഭാഗ്യം. കോമഡി ഉത്സവത്തിന് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ആ ആർട്ടിസ്റ്റുകൾ പലരും നമുക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല, നമുക്ക് അറിയാത്ത ഒരുപാട് പേര് വരച്ച് നമുക്ക് അയച്ചു തരുന്നു. ഇത് പുതിയൊരു ആർട്ടാണ്, ഡോട്ട് വെച്ചിട്ട്. നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ടിനിച്ചേട്ടനൊക്കെ അത് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഡോട്ട് വെച്ചിട്ട് അതായത് ഇപ്പൊ ടിനിച്ചേട്ടന്റെ പടം വരയ്ക്കണമെങ്കിൽ ഡോട്ട് ഇട്ടാണ് വരയ്ക്കുക, പ്രജോന്റെ പടം വരയ്ക്കുമ്പോൾ ഡോട്ട് ഇട്ടാണ് വരയ്ക്കുക. ഒരു പടം തീരാനായി 6.5 മണിക്കൂർ കണ്ടിന്യൂസ് ജോലി ചെയ്യണം. അതായത് 1999 മുതൽ ഈ ഡോട്ട് പിക്ചേഴ്സ് വരയ്ക്കുന്ന ഒരാളാണ് നമ്മുടെ അടുത്തേക്ക് ഇന്നിപ്പോൾ വരാൻ പോകുന്നത്, സജീവ് തിരുവല്ലാമല. താങ്കളുടെ പടം ഓൾറെഡി പലരും ഫോട്ടോ എടുത്ത് അയച്ചു തന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നേരിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഈ 6.5 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ? കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുമ്പോൾ 6 മണിക്കൂർ ഇരുന്ന് വരയ്ക്കണം. അത് ഫോട്ടോസിന്റെ ഡെപ്തിനനുസരിച്ചിരിക്കും. ആണല്ലേ? ഒരു ഫോട്ടോ നോക്കിയിട്ട് അങ്ങനെ ഡോട്ട് ഇട്ട് വരയ്ക്കുകയാണോ? അങ്ങനെയാണ്? ആണല്ലേ? ആദ്യം സ്കെച്ച് ചെയ്തിട്ട് എന്നിട്ടാണ് ഡോട്ട്സ് ഇടുന്നത് അല്ലേ? ലവ്ലി. സജീവ് എന്താ ചെയ്യുന്നു? ഞാൻ ആർട്ടിസ്റ്റാണ്, അതായത് അഡ്വർടൈസിംഗ് ഫീൽഡിലെ ഫ്ലക്സ് പ്രിന്റിംഗ് ഷോപ്പ്. ആണോ? ഓക്കെ.
അപ്പൊ അതിന്റെ കൂടെ ഉള്ള ആർട്ട് ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്രസ് ചെയ്യുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആ ഫോട്ടോസിലേക്ക് കിടക്കാം. സജീവ് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം അല്ലേ? നമുക്ക് സജീവ് ആദ്യം വരച്ചത് തിരിച്ചേടന്റെ പിക്ചർ. സജീവ്, പ്രചോദേട്ടൻ, സജീവ്, താങ്ക് യു. ഇത് മാത്രമല്ല കേട്ടോ, ശരിക്കും നമ്മുടെ ഇവിടുത്തെ ക്രൂ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വരച്ചിട്ടുണ്ട് സജീവ്. സജീവ് താങ്ക്സ് അ ലോട്ട്. അപ്പോൾ സജീവിനെയും കൂടി നിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. तेरे नाम